ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ കേരള സിലബസിലെ 10ാം ക്ലാസ്സിലെ ഗണിതം ഭാഗം 1-ലെ ഒന്നാമത്തെ ചാപ്റ്ററായ സമാന്തര ശ്രേണികളുമായിട്ട്. നമുക്കറിയാം, ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സമാന്തര ശ്രേണികളിൽ കുറേ പദങ്ങളും സംഖ്യകളും അവയുടെ ബീജഗണിതങ്ങൾ കണ്ടുപിടിക്കുന്നതുമാണ്. ഇപ്പോൾ ഒരു പദങ്ങൾ എന്നാൽ ഒരു ശ്രേണിയിലെ സംഖ്യകളെയാണ് നമ്മൾ പദങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ 4, 8, 12 എക്സെട്ര. ഇതൊരു ശ്രേണിയാണ്. ഇതിൽ പദങ്ങൾ എന്ന് പറയുന്നത് 4, 8, 12 ഇവ ഈ ശ്രേണിയിലെ പദങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഈ ശ്രേണി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്ഥാനം നോക്കാം. പദങ്ങൾ 4, 8, 12 ആണ് സ്ഥാനം. ഈ 4 എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്തും 8 എന്നത് 2-ാം സ്ഥാനത്തെയും 12 എന്ന് പറയുന്നത് 3-ാമത്തെ സ്ഥാനത്തെയും പദങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊരു ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ 4, 8, 12 എക്സെട്ര ഇങ്ങനെയൊരു ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 5-ാം പദം എത്ര, 20-ാം പദം എത്ര, അല്ലെങ്കിൽ 25-ാം പദം എത്ര, ഇതെല്ലാം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതായത് 4, 8, 12 ഇവയുടെ സ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം എന്നാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ പദം 4-ാം പദം 1-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്. ഈ 4-ാം പദം 1-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്. ഈ 4-ാം പദവും അതിൻ്റെ സ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് ഈ 1-ാമത്തെ സ്ഥാനത്തോടു കൂടി 4 ഗുണിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ പദം കിട്ടുന്നത്. 1-ാമത്തെ സ്ഥാനത്തോടു കൂടി 4 ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഈ പദം കിട്ടുന്നത്. അതുപോലെ തന്നെ 2-ാമത്തെ സ്ഥാനത്തോടു കൂടി 4 ഗുണിക്കുമ്പോഴാണ് നമുക്ക് 8 എന്നുള്ള പദം കിട്ടുന്നത്. അതുപോലെ 3-ാമത്തെ സ്ഥാനത്തോടു കൂടി 4 ഗുണിക്കുമ്പോഴാണ് നമുക്ക് 12 എന്ന പദം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ഥാനത്തെ നമ്മൾക്ക് n എന്ന് എടുക്കാം. അതായത് n-ാം പദം, അതായത് xn ഈക്വൽ ടു 4n വരും. അതായത് xn, അതായത് x 1-ാമത്തെ സ്ഥാനത്തുള്ളത് പദം, x പദം 1-ാമത്തെ സ്ഥാനത്തുള്ള പദം എന്ന് പറയുന്നത് 4 × n ആണ്. 4 × n എന്ന് പറഞ്ഞാൽ സ്ഥാനം. ഓക്കെ, 4 × n. അതുപോലെ തന്നെ 4 × 2 ആണ് 8, 3 × 4 ആണ് 12. therefore നമ്മൾക്ക് 20-ാം പദം കിട്ടുന്നത് എങ്ങനെയാണ്? 20-ാം പദം കിട്ടുന്നതിന് വേണ്ടി നമ്മൾക്ക് x20 ഈക്വൽ ടു 4 × 20. ഇത് 20-ാം പദം കിട്ടുവാൻ നമ്മൾക്ക് x20 ഈക്വൽ ടു 4 × 20 ഈക്വൽ ടു 80 ആണ് 20-ാം സ്ഥാനത്തുള്ള സംഖ്യ. 20-ാം സ്ഥാനത്തുള്ള പദം 80 ആണ്. അങ്ങനെയാണെങ്കിൽ 100-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ x100 ഈക്വൽ ടു 4 × 100 ഈക്വൽ ടു 100. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതായത് പദങ്ങൾ, ശ്രേണിയിലെ സംഖ്യകളെയാണ് നമ്മൾ പദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു ശ്രേണി നമ്മൾ എടുത്താൽ 4, 8, 12 എന്ന ശ്രേണി എടുത്താൽ സ്ഥാനം നോക്കുക. 1, 2, 3 അങ്ങനെയുള്ള സ്ഥാനത്തുള്ളത് 4, 8, 12 എന്നീ പദങ്ങളാണ്. ഇതിൽ നമുക്ക് 5-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? x5 ഈക്വൽ ടു 4 × 5. ഓക്കെ, അതുപോലെ തന്നെ 20-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ x20 4 × 20. 100-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ x100 ഈക്വൽ ടു 4 × 100. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പദങ്ങൾ, അതുപോലെ ബീജഗണിതം കിട്ടും.